നെസി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതിൽ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ സാധാരണ ഒരു കുടുംബത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വീട്ടു ചെലവുകളൊക്കെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതും കൂടിയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അഗാരോൻ്റെ ഒരു ബ്ലണ്ടറാണ്. 400 വാട്ട്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ISO സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്ലണ്ടറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, മുമ്പ് ഞാനൊരു ബ്ലണ്ടർ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് മനുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ 700 ഗ്രാമിൻ്റെതും പിന്നെ 500 ഗ്രാം 300 ഗ്രാം എന്നിങ്ങനെ 3 ജാറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് 2 ജാറിൻ്റെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ളതും പിന്നെ അതേപോലെ നമ്മൾ പൊടിക്കാനല്ലേ ഗരം മസാല ഒക്കെ ഞാൻ സ്ഥിരങ്ങൾ കാണുന്നതാണ്. ഞാൻ വാങ്ങിയ ബ്ലണ്ടറിനെക്കാട്ടും നല്ല സൂപ്പർ കമ്പനിയാണ് കേട്ടോ അഗാരോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്ലണ്ടർ ആമസോൺ വഴി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്ലെൻഡറിൽ സ്മൂത്തിയോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനത്തെ ഒന്ന് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഒരാൾക്കോ രണ്ടാൾക്കൊക്കെ വേണ്ട ഈ ഒരു ഇഡ്ഡലിൻ്റെ ബാറ്റർ, അതേപോലെ അരിയൊക്കെ അരയ്ക്കുന്ന ഒരു ഇത് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്ലെൻഡറാണ്. അപ്പോൾ 2 അളവിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കൂടുതലാണെങ്കിൽ അങ്ങനെ, കുറച്ച് കുറവാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ആ ഒരു ജാറ് ചെറുതും വലുതും ഒക്കെ ഉണ്ടല്ലോ. ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഞാൻ അതിന് ചുറ്റും തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്വിച്ചില്ല. ആ ഒരു നമ്മുടെ ജ്യൂസിൻ്റെ ആ ഒരു ജാറുണ്ടല്ലോ, അതിങ്ങനെ ചെറുതാക്കി ഉള്ളോട്ട് പ്രസ് ചെയ്ത് കൊടുത്താലാണ് അങ്ങനെ വർക്കാകുക. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്താലാണ് അത് ഓഫാകുക. അങ്ങനെയാണ് കേട്ടോ അത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആകുക ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കും പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കുമാണ്. അപ്പോൾ അവർക്ക് ഒരു ദോശ ഉണ്ടാക്കാനോ ഇഡ്ഡലി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി പൊടിക്കാനോ ഒക്കെ ഇത് യൂസ് ആവും. പിന്നെ ജ്യൂസ് അടിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതിന് 2000 രൂപയാണ് കേട്ടോ വരുന്നത്. ആമസോണിലുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജ്യൂസ് അടിച്ചതിന് ശേഷം പിന്നെ ചെറിയ ഒരു ജാറിലിട്ടിട്ട് അത് ഗ്രൈൻഡ് ചെയ്യുന്ന അതാണ് കേട്ടോ. ഗ്രൈൻഡ് ചെയ്യുന്ന ജാറാണ്. അപ്പോൾ അതിൽ കുരുമുളക്, നമുക്ക് ആവശ്യമുള്ള ഈ ഗരം മസാല എന്ത് വേണമെങ്കിലും പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഈസി ആയിട്ട് പൊടിയുന്നുണ്ട്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും ഇതിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, കുറച്ച് കുരുമുളകല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ABC ജ്യൂസ് കാക്ക കാട്ട കൊടുക്കുന്നു. സാധാരണ ഞാനാ കൊടുക്കൽ, വല്ലപ്പോഴേ കാക്ക കുടിക്കലുള്ളൂ. അപ്പോൾ ഇക്കാക്കക്ക് മധുരം വേണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളൊക്കെ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും കിച്ചണിലും ഒക്കെ കുറേ കാര്യങ്ങൾ, കുറേയല്ല വളരെ കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു ചെറിയൊരു പരിഹാരം നമ്മളെക്കൊണ്ട് ആവുന്ന വിധത്തിൽ ചെയ്യാനും കൂടി പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. വരവറിഞ്ഞ് ചിലവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മുടെ അതിന് മാത്രം ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എന്താ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റേണ്ടത്. വീട്ടിലത്തെ കാര്യങ്ങളാണ് കേട്ടോ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആണ് മെയിനായിട്ട് നമ്മളെ വീട്ടിലത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ചില ആണുങ്ങൾ അത്ര വലിയൊരു പൈസ സമ്പാദിക്കാനോ അല്ലെങ്കിൽ പൈസ സ്വരൂപിക്കാനോ ഒന്നുള്ളൊരു മിടുക്കുണ്ടാവില്ല. പക്ഷേ അത് എപ്പോഴും നമ്മൾ കാണലും കേൾക്കലും അറിയലും ഒക്കെ സ്ത്രീകളാണ് അതിന് മുൻപന്തിയിലാണ്. നമ്മൾ 10 രൂപ ഉണ്ടെങ്കിൽ ഒരു സാധനം 10 രൂപേൻ്റെ സാധനം വാങ്ങുകയാണെങ്കിൽ പോലും അതിൻ്റെ വില ചോദിച്ചിട്ട് നമ്മൾ സാധനം വാങ്ങുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ആണുങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വില ചോദിക്കൂല, അങ്ങോട്ട് വാങ്ങുക ചെയ്യുക. ചില സമയത്ത് വെളുത്തുള്ളിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. ആ സമയത്തൊക്കെ 250 ഗ്രാമൊക്കെ വാങ്ങിയാലുള്ള അവസ്ഥ എന്താണ്? അവർക്ക് ഭയങ്കര ചമ്മലാണ് വില ഒക്കെ ചോദിക്കാന്ന് വെച്ചാൽ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഇതില്ല അല്ലേ. എനിക്കൊരു നാണക്കേടും തോന്നില്ല കേട്ടോ. ഏതൊരു കാര്യം വാങ്ങുകയാണെങ്കിലും ഞാൻ അതിൻ്റെ റേറ്റ് അറിഞ്ഞിട്ടേ വാങ്ങലുള്ളൂ. ഞാനൊരു കാറ്ററിങ് നടത്തുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ വീട്ടിലെന്ത് ചെറിയൊരു എന്താ പറയുക, ഒരു 5-6 ആൾ വരുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും അത് ഓർഡർ ചെയ്യാട്ടോ ചെയ്യുക. എല്ലാ സാധനങ്ങളും നിങ്ങളന്ന് കണ്ടില്ല, ബിരിയാണി ആയാലും ചിക്കൻ പൊരിച്ചത്, അതൊക്കെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി, ഓരോ കിലോനേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങൾ ബാക്കി ഉണ്ടാവും. നമ്മൾ കൊടുക്കണ അത്ര റേറ്റ് ഉണ്ടാവില്ല. പുറത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ കൂലി കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പാർട്ടി ആണെങ്കിൽ പോലും നമ്മൾ ഓർഡറും ചെയ്യാതെ നമ്മൾ ഹോട്ടലിൽ നിന്നൊന്നും വരുത്തിക്കാതെ നമ്മൾ തന്നെ സ്വയം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ തന്നെ എപ്പോഴും നമ്മൾ വീട്ടിൽ പരിപാടി ഉണ്ടാവില്ല, പരിപാടി ഉണ്ടാകുന്ന സമയത്തെ കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലത്തെ ഒരു ട്രെൻഡാണ് മിക്കവാറും വീട്ടിലധികം പാചകം ചെയ്യില്ല, ഒക്കെ പുറത്തുനിന്നാണ് കഴിക്കുക. പുറത്തിൽ വെറൈറ്റി ഫുഡാണ്, നല്ല ടേസ്റ്റാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഹെൽത്തിനും കൂടി ഒരു മുൻകരുതൽ നമ്മൾ കൊടുക്കണം.
എപ്പോഴും നമ്മൾ പൊരിച്ചതും കരിച്ചതും മന്തി ആയാലും ഷവായ ആയാലും അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്, ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. അതെ, വല്ലപ്പോഴും നമ്മൾ കുട്ടികൾക്കും നമ്മളൊക്കെ പോയി കഴിക്കുക, അതൊരു പൂതി തന്നെ ആവണമല്ലോ വല്ലപ്പോഴും കഴിക്കുക വെച്ചാൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതും കഴിയുന്നതും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ വീട്ടിലത്തേന് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. പുറത്തത്തെ അതുകൊണ്ട് പിന്നെ ബഡ്ജറ്റ് അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. വലിയ റേറ്റാണ് കേട്ടോ. ഒരു 3-4 ആൾ പോയി കഴിക്കണമെങ്കിൽ മിനിമം ഒരു 1000 രൂപയെങ്കിലും ആവും. ആ 1000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ കുറേ കാര്യങ്ങളും നടക്കുമല്ലോ. അപ്പം പൂതിക്ക് നമ്മൾ ചെയ്യണം കേട്ടോ, ചെയ്യണ്ടെന്നല്ല പറയുന്നത്. പിന്നെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുക, അതും ഇപ്പോൾ ഒരു ട്രെൻഡാണ്. എല്ലാവരും ആവശ്യമുള്ള ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ട് വാങ്ങും. നമ്മൾ നേരിട്ട് കണ്ടുപോയി ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടവും ഉണ്ടാവും, നമ്മളെ പാകം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ ഓൺലൈനിൽ വാങ്ങിയാൽ അത് തിരിച്ച് പോലും മാറ്റി തരണം, അങ്ങനെയും നമ്മളെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ അത്യാവശ്യം നമ്മൾ ചെറിയൊരു ടൈലറിങ് ഒക്കെ നമ്മൾക്ക് അറിയുന്ന തന്നെ കേട്ടോ നല്ലത്. ഇപ്പോൾ ചുരിദാറൊക്കെ 400 രൂപയൊക്കെയാണ് നമ്മളിവിടെ കേട്ടോ. അതിലും വലിയ റേറ്റ് വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ കഴിയുന്നതും ഒരു 500 രൂപ 1000 രൂപ കൊടുത്തിട്ട് ചുരിദാർ തയ്ക്കാൻ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ ചുരിദാർ അടിക്കണമല്ലോ കേട്ടോ. ചുരിദാർ മാത്രമല്ല, അതേപോലത്തെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം പഠിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്ക്കുകയാണെങ്കിലും നമുക്കൊരു വലിയൊരു പൈസ ലാഭിക്കാൻ പറ്റും. നിസാരെന്ന് പറഞ്ഞ് തള്ളുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കുളിക്കുന്ന സോപ്പൊക്കെ നമ്മൾ 3-4 ഒരുമിച്ചുള്ളതാണ് വാങ്ങുക, ഒരു പാക്കറ്റായിട്ടാണ് വാങ്ങുക. അപ്പോൾ അത് എപ്പോഴും കുട്ടികൾ കാണുന്ന രൂപത്തിൽ അത് വെക്കാത്താട്ടോ നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുളിമുറിയിൽ അവർ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ പൊതിർത്തിട്ടിട്ടും അല്ലെങ്കിൽ അങ്ങനെ അലിയിച്ചിട്ടിട്ടും ഒക്കെ സോപ്പ് നഷ്ടപ്പെടുത്തും. അപ്പോൾ നമ്മൾ വീട്ടിൽ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നഷ്ടപ്പെട്ടിട്ട് വേഗം എടുക്കും. അതും നമ്മൾ ശ്രദ്ധിക്കണം. സാധനം വീട്ടിലുണ്ട് വിചാരിച്ചിട്ട് അത് നശിപ്പിക്കേണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ സോപ്പ് തീരാനാകുന്ന സമയത്ത് ഉണ്ടാവും, അതും ചിലവർ അതങ്ങനെ ഒഴിവാക്കും. അല്ലെങ്കിൽ കുട്ടികളെ കാര്യം തന്നെ കേട്ടോ മെയിനായിട്ട്, അവർ അത് കളയും, ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതും ഈ ചെറിയ നിസ്സാര കാര്യമാണ് സോപ്പൊക്കെ. പിന്നെ അതേപോലെ പേസ്റ്റ്, നമ്മളെ കേരളക്കാരെ എപ്പോഴും കളിയാക്കുന്നതാണ്. അതിൻ്റെ എന്താ പറയുക, അതിനെ പീഞ്ഞാണല്ലോ നമ്മൾ എടുക്കുക. അതിലൊരു കുറവും വിചാരിക്കേണ്ട കേട്ടോ. അതൊക്കെ പൈസയാണ്. പേസ്റ്റിനും ആ പേസ്റ്റ് ഉണ്ടല്ലോ, ഈ കോൾഗേറ്റ് കമ്പനിയാണ്. അതിനൊക്കെ എന്താ ഇപ്പോൾ വില, അത്യാവശ്യം നല്ല റേറ്റാണ്. ചെറിയൊരു പിശുക്കത്തര നമ്മൾ അതിൽ കാണിച്ച് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ചിലപ്പോൾ ആരെയും കണ്ടാൽ എന്തൊരു പിശുക്കാണെന്നൊക്കെ വിചാരിക്കും. അതിനൊന്നും ഒരു പ്രശ്നവും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ചെടുക്കുക. എന്നിട്ട് അത് അവരെ കൊണ്ട് പരമാവധി തീറ്റിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവർ ഒറ്റയ്ക്ക് തിന്നുമ്പോൾ എന്താ വെച്ചാൽ അത് കുറേ പുറത്തിട്ട് ബാക്കിയാക്കി വേസ്റ്റിൽ തള്ളി അങ്ങനെ ഒരു അവസരം വരും. അപ്പോൾ കഴിയുമ്പോൾ നമ്മളെ ജോലിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിലും അവർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ വേസ്റ്റ് ആക്കാതെ ഉള്ളത് നമ്മൾ വയറ്റിലേക്ക് എത്താനുള്ള രൂപത്തിലാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ നല്ലോണം വെജിറ്റബിൾസൊക്കെ കുറേശ്ശെ കുട്ടികൾ വയറ്റിലെത്തിക്കുക. അത് എന്താ വെച്ചാൽ അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ പോഷകാഹാരങ്ങളൊക്കെ അവർക്ക് കുറഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ഈ രക്തക്കുറവ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് കാരണം കുട്ടികൾ തല കറങ്ങി സ്കൂളിൽ വീഴാനും അങ്ങനത്തെ പലത് വരും. അങ്ങനെ ആ ഒരു രൂപത്തിലും നമ്മളെ പൈസ പോവും. ആ ഇതിൽ ഓട്ടോ വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസരം വരുമല്ലോ. അപ്പോൾ പരമാവധി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുട്ടികൾ ഒഴിവാക്കാതെ നല്ല രീതിയിൽ നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുക. അതേപോലെ തന്നെ ലഞ്ച് ബോക്സിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനുള്ള ബർഗർ മറ്റേത് മറിച്ചത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണത്. അത് അവർ ടേസ്റ്റിനുള്ള പല സംഭവങ്ങളും അതിൽ ചേർക്കുന്നതിനുകൊണ്ടാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ല അത് സാധാരണ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഒരു കാരണവശാലും വല്ലപ്പോഴും കഴിക്കാൻ അവർക്ക് കൊടുക്കണം. കാരണം മറ്റുള്ള കുട്ടികൾ കഴിക്കുന്നതിനെ കാണുമ്പോൾ അവർക്ക് കൊതി വരും. പക്ഷേ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വല്ലപ്പോഴും കഴിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അല്ലാതെ വീട്ടിൽ ലഞ്ച് ബോക്സിൽ നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്നാക്സും ഹെൽത്തി സ്നാക്സേ കൊടുക്കാവൂ കേട്ടോ. ബിസ്ക്കറ്റൊക്കെ കൊടുത്താൽ പൈസൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, കുട്ടികൾക്ക് വിശപ്പില്ലാതാവും ബിസ്ക്കറ്റൊക്കെ നമ്മൾ ഈ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കുമ്പോൾ. പിന്നെ അതേപോലെ പൈസ നമ്മൾ ആണുങ്ങളോട് പൈസ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെ കൈകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീട്ടു സാധനങ്ങൾ അതായത് നമ്മളെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് മിച്ചം കിട്ടും. അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് പൈസ കിട്ടില്ലല്ലോ. ആ പൈസ ഒരു കാശിക്കുഞ്ചി ഒന്നും എനിക്ക് തീരെ വർക്കൗട്ട് ആവാത്ത സാധനം കേട്ടോ. ഞാൻ വേഗം എനിക്കൊരു പൊട്ടിക്കാൻ ഭയങ്കര വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ അതേപോലെ ഞാൻ മുമ്പത്തെ വീഡിയോ പറയില്ലേ, ഗൂഗിൾ പേ ഇല്ലാത്ത അക്കൗണ്ട്, അതെനിക്ക് വർക്കൗട്ടാണ് കേട്ടോ. അത്യാവശ്യം ഈ മാസമല്ല ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 8000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശെ 500ഉം 1000ഒക്കെ ഇട്ടിട്ടാണ്. പക്ഷെ അതെനിക്ക് വലിയൊരു ആവശ്യത്തിന് ഞാൻ എടുക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ പൈസ ഓവറാക്കാതെ കുറേശ്ശെ ലുബ്ധിച്ച് തന്നെ ജീവിക്കുക. ഒരുപാട് ലാവിഷാക്കിയാൽ നമ്മൾ കടക്കണിയിലേ ആവുള്ളൂ.
അപ്പോൾ അങ്ങനെ ഈ കാശിക്കുഞ്ചിയിൽ പൈസ കുറേശ്ശെ ഇടാൻ പറ്റുന്ന പോലെ അങ്ങനെ ചെയ്യുക. പിന്നെ ഏത് രൂപത്തിലായാലും കുറേശ്ശെ പൈസ നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കഴിയുന്നത് നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനും കൂടി ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലെ ആണുങ്ങൾ മാത്രം കൊണ്ടുവന്നിട്ട് അത് തികയൂല. അപ്പോൾ എന്തെല്ലാം ഒരു ചിലവും കാര്യങ്ങളാണ് വീട്ടിൽ വേണ്ടിയത്, വീട്ടിലുണ്ടാവുന്നത്. അപ്പം അതിൽ അവർക്കും കൂടി ഒരു ഹെൽപ്പ് ആവുന്ന രൂപത്തിൽ നമ്മളും പ്രവർത്തിക്കുക. പിന്നെ ഉള്ളത് ട്രാവലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ട്രാവലിങ്ങിന് ചില ആളുകളൊക്കെ അധികവും പിന്നെ ഈ ഓട്ടോ ഉപയോഗിക്കുന്നത് കാണാം. ഈ കുറഞ്ഞ ദൂരം ആണെങ്കിൽ പോലും ഓട്ടോയിലാണ് പോവുക. അപ്പോൾ നമുക്ക് പരമാവധി നടന്ന് പോകാനുള്ള ദൂരമാണെങ്കിൽ നമ്മൾ അങ്ങനെ ഓട്ടോയില്ലാതെ നടന്ന് തന്നെ പോകുക. അത് ഒരു എക്സസൈസും കൂടിയാണ്, നമ്മളെ ഹെൽത്തിനും കൂടി നല്ലതാണ്. പിന്നെ അതേപോലെ ബസ് അങ്ങനത്തെ ഉപയോഗിക്കുക കേട്ടോ. അതും നമ്മൾ പൈസ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും, ഡെയിലി ജോലിക്ക് പോകണോലാണെങ്കിൽ ഒക്കെ. പിന്നെ അതേപോലെ സ്കൂൾ കുട്ടികളെ അതേപോലെ തന്നെ സ്കൂൾ ബസ്സുകളിൽ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ചെറിയ ചെറിയ വാഹനങ്ങളാകുമ്പോൾ ഒരുപാട് പൈസ ആവും. അപ്പോൾ ഈ സ്കൂൾ ബസ്സാകുമ്പോൾ നല്ല വ്യത്യാസമാണ്. പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവർ പറഞ്ഞു കേട്ടാണ്, അവിടെ അവർ ആ സ്കൂൾ ബസ്സിൽ 1300 ഉള്ളൂ. അപ്പോൾ ഈ നമ്മൾ സാധാരണ ചെറിയ വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ സുമോ മറ്റേ പല ടൈപ്പ് ആ വാഹനത്തിൽ 3500 റുപ്യയുടെ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, സ്കൂൾ ബസ്സാകുമ്പം സ്കൂളിലാകുമ്പോൾ പിന്നെ വലിയ ബസ്സായതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ കയറാം. അപ്പോൾ കുറഞ്ഞ പൈസ എടുക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ വണ്ടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് സ്കൂൾ ബസ് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും അധിക സ്ത്രീകളും സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന പോലെയല്ലേ. അപ്പോൾ അത് പഠിച്ചിട്ട് നമ്മളെ മക്കൾ 2 3 മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ കഴിയുന്നതും പറ്റുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും കഴിയുന്നവർ പരമാവധി അങ്ങനെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ 2 കുട്ടികളൊക്കെ എത്ര പൈസ നമുക്ക് ലാഭമാണ്. കുട്ടികളെ കൊണ്ടാക്കുന്നതും പറ്റും. പിന്നെ അതേപോലെ നമ്മളെല്ലാ ആവശ്യങ്ങളും അത് ഉപയോഗിച്ച് നടത്തുകയും ചെയ്യുക. പരമാവധി നമ്മൾ കുട്ടികൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുക്കാതിരിക്കുക. അത് ഒരു ദുശ്ശീലമായിട്ട് തന്നെ മാറും. അപ്പോൾ അതിന്ന് ഇനി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് പോക്കറ്റ് മണി കൊടുക്കുകയാണെങ്കിൽ അതിന്നൊരു പകുതിയെങ്കിലും സമ്പാദിക്കാനുള്ളൊരു ശീലം നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതാകുമ്പോൾ ദുശ്ശീലങ്ങളിലൊക്കെ ഒരു മാറ്റം വരും കേട്ടോ. കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണം വാങ്ങി കഴിക്കലും മുട്ടായി വാങ്ങി കഴിക്കലും അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തൊരു പൈസ കിട്ടുകയാണെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ നശിപ്പിക്കരുത് എന്നുള്ളൊരു ബോധം അവരെ മനസ്സിൽ ചെറുപ്പത്തിലേ നമ്മൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഉമ്മയും ബാപ്പയും പൈസ ഒരുപാട് എന്താ ആർഭാടം കാണിച്ച് ജീവിക്കുന്ന അവർ കണ്ടാൽ അവരും അത് തന്നെ പഠിക്കുകയുള്ളൂ. പക്ഷെ നമ്മളും അതേപോലെ ആവശ്യമില്ലാതെ പിശുക്കുക എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പിശുക്ക് ആവശ്യത്തിന് വേണം എന്തായാലും. ആർഭാടമില്ലാതെ ജീവിച്ചാൽ തന്നെയുള്ളൂ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ കടമില്ലാതെ മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുക്കളമുറ്റത്ത് ഒരു അടുക്കളത്തോട്ടം കുഞ്ഞായിട്ട് ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഒരു പച്ചമുളകോ കറിവേപ്പിൻ്റെ ഇല പിന്നെ അതേപോലെ പപ്പായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കുഞ്ഞു കുഞ്ഞ് ചെടിയല്ല പച്ചക്കറികളൊക്കെ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. ഏത് സമയത്താണ് നമുക്ക് അടുക്കളയിൽ മറ്റുള്ള സാധനങ്ങൾ ഇല്ലാതാവുക എന്നറിയില്ല. അത് പോയി മുറ്റത്ത് പോയിട്ട് അതൊന്ന് പറിച്ചിട്ടൊന്ന് കറി വെച്ചാൽ ഒരു നേരത്തേക്കായല്ലോ. നമ്മൾ വീട്ടമ്മമാരായിരിക്കണം ആ വീടിൻ്റെ ഒരു വിളക്ക്. നമ്മുടെ സാമ്പത്തിക അടിത്തറ നഷ്ടപ്പെടുത്താൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. നമ്മളെല്ലാ ഭാഗത്തും നമ്മളെ കണ്ണോട്ടം ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.